ഭാരതാംബ ചിത്രവിവാദവുമായി ബന്ധപ്പെട്ട രാജ്ഭവനിലേക്ക് ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ മാർച്ച് നടക്കുകയാണ്. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട് സംഭവ സ്ഥലത്ത് നിന്ന്. അലക്സ്, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ, ഇത് രണ്ടാം തവണയാണ് സംസ്ഥാനത്തെ ഒരു മന്ത്രി രാജ്ഭവനിലേക്ക് എത്തുന്നതും ഭാരതാംബ വിവാദത്തിൽ പ്രതികരിച്ച് രാജ്ഭവനിൽ നിന്ന് ബോയ്ക്കോട്ട്, അതായത് ആ പരിപാടി തന്നെ ബഹിഷ്കരിച്ച് പുറത്തേക്ക് വരുന്നതും രൂക്ഷമായി പ്രതികരിക്കുന്നതും ഇത് രണ്ടാം തവണയാണ്. ആ വിവാദം ആളി കത്തുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ഇടതുപക്ഷ വിദ്യാർത്ഥി യുവജന സംഘടനകൾ അത് ഗവർണർക്കെതിരെയുള്ള സമരമായി തന്നെ ഏറ്റെടുത്തു, പ്രക്ഷോഭമായി തന്നെ ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഡിവൈഎഫ്ഐയുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തുന്നു. അതിൽ പ്രതിഷേധിച്ച് അവർക്ക് കാവിക്കൊടി ഏന്തിയ ഭാരതാംബയെ വേണ്ട 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 തുടങ്ങിയ മുദ്രാവാക്യം ഉയർത്തിയാണ് അവർ ഈ മാർച്ച് നടത്തുന്നത്. ഒപ്പം ഭരണഘടനയുടെ ആമുഖം പ്രിയാമ്പിൾ അവർ ഉയർത്തിക്കാട്ടി, ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഉയർത്തിക്കാട്ടിയാണ് ഈ മാർച്ച് നടത്തുന്നത്. അല്പം മുമ്പാണ് ഈ മാർച്ച് ഇവിടേക്ക് എത്തിയത്. പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് മാർച്ച് തടഞ്ഞിട്ടുണ്ട്. വലിയ രീതിയിൽ പോലീസിന്റെ സന്നാഹവും സുരക്ഷ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഏതെങ്കിലും കാരണവശാൽ ഈ ഡിവൈഎഫ്ഐ പ്രവർത്തകർ അകത്തേക്ക് പ്രവേശിച്ചാൽ, രാജ്ഭവൻ അകത്തേക്ക് പ്രവേശിച്ചാൽ അത് വലിയ രീതിയിൽ സുരക്ഷാ വീഴ്ച ഉണ്ടാകുന്ന കാര്യമായി വിലയിരുത്തപ്പെടും. അതുമാത്രമല്ല, തൊട്ടപ്പുറത്ത്, അതായത് ഈ ബാരിക്കേഡ് ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ പോലും കുറച്ചപ്പുറത്ത് ഈ രാജ്ഭവന്റെ പ്രദേശമാകെ, അതിന്റെ പരിസരമാകെ പോലീസ് ബന്ദോബസ്തുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിന് തൊട്ടുപുറകെ, ഈ മാർച്ചിനും ഈ പ്രതിഷേധത്തിനും തൊട്ടുപുറകെ SFIയുടെ പ്രതിഷേധ മാർച്ച് കൂടി ഇവിടേക്ക് വരാനുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി അറിയാൻ കഴിയുന്നത്. നേരത്തെ തന്നെ SFI ഗവർണർക്കെതിരെ രൂക്ഷമായ സമരം കേരള സർവകലാശാലയടക്കം നടത്തിയിരുന്നു. ഈ സമരത്തിന്റെ ഒരു ചരിത്രം നമുക്കറിയാം. CPI ആണ് ഇതിൽ ആദ്യമായി പ്രതികരിക്കുന്നത്. തുടർന്ന് CPIയുടെ യുവജന വിദ്യാർത്ഥി സംഘടനകൾ ഈ ഗവർണർക്കെതിരെയുള്ള സമരവുമായി ആദ്യഘട്ടത്തിൽ മുന്നോട്ട് പോകുന്നു. തൊട്ടു പിന്നാലെ തന്നെ SFI ഈ വിഷയം ഏറ്റെടുക്കുന്നു. രാജ്ഭവനുള്ളിൽ ഹെഡ്ഗേവാറിന്റെയും RSS നേതാക്കളായ ഹെഡ്ഗേവാറിന്റെയും ഗോൾവാൾക്കറുടെയും ഒക്കെ ചിത്രം രാജ്ഭവനുള്ളിൽ വെച്ചിട്ടുണ്ട്. അത് അവിടെ നിന്നും മാറ്റണം, രാജ്ഭവനെ ശാഖയാക്കാൻ അനുവദിക്കില്ല എന്ന് ഇന്നലെ മുഖ്യമന്ത്രി വാർത്താസമ്മേളനം നടത്തി പറയുകയുണ്ടായി. സംസ്ഥാന സർക്കാരും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുമായൊക്കെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഗവർണറുമായി സർക്കാരും മുഖ്യമന്ത്രിയും ഒപ്പം മന്ത്രിസഭയിലെ മന്ത്രിമാരും ഒക്കെ നേർക്കുനേർ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു. അതൊരു പോരിലേക്ക് വരുന്നു. നേരത്തെ ആരിഫ് മുഹമ്മദ് ഖാൻ ഉണ്ടായിരുന്ന സമയത്ത് എങ്ങനെയാണ് സർക്കാർ ഗവർണർ പോരുണ്ടായിരുന്നത്, അതിനപ്പുറം അതൊരു പൊളിറ്റിക്കൽ ലൈനിലേക്ക് മാറുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതൊരു പൂർണ്ണമായി ഈ രാജ്ഭവനെ RSS വൽക്കരിക്കാനുള്ള ശ്രമമാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറുടെ ഭാഗത്തു നിന്ന് നടക്കുന്നതെന്ന് ഡിവൈഎഫ്ഐ അടക്കം SFI അടക്കം ആരോപിക്കുന്നുണ്ട്. അത് അനുവദിക്കാനാകില്ല എന്നവർ പറയുന്നു. ഇന്നത്തെ ഈ വിവാദം അത് ഗവർണർ ഈ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയായി ഇടതുപക്ഷ സംഘടനകൾ വിലയിരുത്തുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം തന്നെ രാജ്ഭവന്റെ ഭാഗമായി പുറത്തു വന്ന ഒരു അറിയിപ്പ്, ഒരു കുറിപ്പിൽ അത് ഇപ്രകാരം പറഞ്ഞിരുന്നു. അതായത് നിലവിൽ സർക്കാർ പരിപാടികളിൽ ഭാരതാംബ ചിത്രം ഉപയോഗിക്കില്ല, വിളക്ക് കൊളുത്തൽ ഉപയോഗിക്കില്ല, പക്ഷേ രാജ്ഭവൻ തനത് ആയി സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ അത് ഉപയോഗിക്കും എന്ന് താനും അങ്ങനെ ഒരു അറിയിപ്പ് രാജ്ഭവന്റേതായി പുറത്തു വന്നിരുന്നു. പക്ഷേ ഇന്ന് ഔദ്യോഗിക പരിപാടിയിൽ അത്തരത്തിൽ ഈ ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ വിളക്ക് കൊളുത്തുന്ന ഒരു പരിപാടി, ആ ചിത്രം ഉപയോഗിക്കുന്നു, വിളക്ക് കൊളുത്തുന്നു, അത്തരത്തിലൊരു പരിപാടി ഉണ്ടാകുന്നു. മന്ത്രി വി ശിവൻകുട്ടിയാണ് ആ പരിപാടിയിൽ പങ്കെടുത്തത്. മന്ത്രി വി ശിവൻകുട്ടിയാണ് അതിന്റെ പ്രസിഡൻഷ്യൽ അഡ്രസ്സ് നടത്തേണ്ടിയിരുന്നത്. അദ്ദേഹം പറയുന്നത് ഈ പരിപാടിയുടെ പ്രോഗ്രാം ചാർട്ടിലൊന്നും ഇത്തരത്തിൽ ഈ വിളക്ക് കൊളുത്തുന്നതുമായി ബന്ധപ്പെട്ട പരിപാടിയൊന്നും അറിയിച്ചിരുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അവിടെ വെച്ച് ഇത് കാണാനിടയായി. അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ പ്രതിഷേധം അറിയിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് ഭരണഘടനയിലൂന്നിയാണ് രാജ്യം പ്രവർത്തിക്കുന്നത്, RSSന്റെ ഭരണഘടനയല്ല എന്ന് അദ്ദേഹം പറഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങി പോരുന്നത്. പക്ഷേ അറിയേണ്ട ഒരു കാര്യം, ശിവൻകുട്ടിക്കെതിരെയും BJP യുവജന സംഘടനകളടക്കം ശിവൻകുട്ടിക്കെതിരെയും സമരം ശക്തമാക്കാൻ ഒരുങ്ങുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. അല്പസമയത്തിനകത്ത് ശിവൻകുട്ടിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് യുവമോർച്ചയുടെ മാർച്ച് സംഘടിപ്പിക്കപ്പെടുന്നുണ്ട്. എന്താണെങ്കിലും ആ സമരം തെരുവിലേക്ക് എത്തിയിരിക്കുന്നു. ഗവർണർ സർക്കാർ പോലും തെരുവിലേക്ക് എത്തിയിരിക്കുന്നു. രാജ്ഭവനെ RSS വൽക്കരിക്കാൻ അനുവദിക്കില്ല, കാവിക്കൊടിയേന്ത്യ ഭാരതാംബയെ തങ്ങൾക്ക് പരിചയമില്ല എന്ന് ഇടതുപക്ഷ യുവജന സംഘടന അടക്കം വിളിച്ചു പറയുന്നു. ഉന്മേഷ്, അലക്സ്, ഇപ്പോൾ ഇത് ഈ ഒറ്റ പ്രതിഷേധം കൊണ്ട് അവസാനിക്കുമോ? നമുക്ക് അറിയാം, നേരത്തെ ഗവർണറായി ആരിഫ് മുഹമ്മദ് ഖാൻ ഉണ്ടായ സമയത്തുണ്ടായ പ്രക്ഷോഭങ്ങൾ, അതിൻ്റെ തുടർച്ചകളൊക്കെ നമ്മുടെ മുൻപിലുണ്ട്. അപ്പോൾ ഇവിടെ പുതിയ ഗവർണർ അതിനേക്കാൾ ശക്തമായ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്നു എന്നായിരുന്നുവല്ലോ മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് മുന്നോട്ട് വെച്ച വിമർശനം. അതായത് നേരത്തെ നമ്മൾ അന്ന് കണ്ട അത്തരം പ്രതിഷേധങ്ങൾക്ക് ഇനിയും തുടർച്ചയാണോ പ്രതീക്ഷിക്കേണ്ടത് അലക്സ്?
ഉന്മേഷം നിസ്സംശയം പറയാം. ഗവർണർ ഈ ട്രാക്കിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഗവർണറുടെ പാതയിൽ, അതായത് ഗവർണർ അല്പം മുമ്പ് രാജ്ഭവന്റെ ഭാഗത്ത് നിന്ന് പുറത്തു വന്ന പത്രക്കുറിപ്പ് അനുസരിച്ചാണെങ്കിൽ ഗവർണർ തന്റെ നിലപാടിൽ നിന്ന്, തന്റെ ലൈനിൽ നിന്ന് ഒരു അടി പോലും പിന്നോട്ട് പോകാൻ തയ്യാറല്ല എന്ന് വ്യക്തമാക്കുന്നതാണ് രാജ്ഭവന്റെ ഭാഗത്ത് നിന്ന് വന്ന പത്രക്കുറിപ്പ്. ഭാരതാംബ ചിത്രം ഇനിയും അവിടെ തന്നെ വെക്കും, അവിടെ തന്നെ വിളക്ക് കൊളുത്തും, ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. അതിലൊരു ചോദ്യവും ഇനി ഉണ്ടാകേണ്ടതില്ല എന്നാണ് രാജ്ഭവന്റെ ഭാഗമായി അറിയിപ്പ് വന്നത്. അങ്ങനെയെങ്കിൽ ഈ പ്രക്ഷോഭം, ഈ സമരം അത് തെരുവിലേക്ക് നീങ്ങുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത് കഴിഞ്ഞ ദിവസങ്ങളടക്കം നമ്മൾ കണ്ടതാണ്. മൂന്നാറെത്തിയ ഗവർണറെ അവിടെ CPI പ്രവർത്തകർ കരിങ്കൊടി കാണിക്കുന്നത്, AFന്റെ പ്രവർത്തകരടക്കം കരിങ്കൊടി കാണിക്കുന്നത് നമ്മൾ കണ്ടു. കഴിഞ്ഞ ദിവസം കേരള സർവകലാശാലയിൽ SFIയുടെ പ്രവർത്തകർ ബാനർ ഉയർത്തുന്നത്, ഗവർണർക്കെതിരെ ബാനർ ഉയർത്തുന്നത് കണ്ടു. മഹാത്മാഗാന്ധിയുടെയും ഡോക്ടർ BR അംബേദ്കറുടെയും ചിത്രവുമായി SFI പ്രവർത്തകർ രാജ്ഭവന്റെ അങ്കണത്തിലേക്ക് ഓടിയെടുത്തത് കഴിഞ്ഞ ദിവസമാണ് ആ പ്രതിഷേധം കണ്ടത്. അത്തരത്തിൽ ആ തെരുവിലേക്ക് ആ സമരം എത്തുന്നു. DYFI കൂടി ആ സമരം ഏറ്റെടുക്കുന്നു. സ്വാഭാവികമായി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഈ നിലപാടിൽ നിന്ന് മാറിയില്ല എങ്കിൽ, അതായത് ഈ ഭാരതാംബയുമായി ബന്ധപ്പെട്ട വിവാദം, രാജ്ഭവനിലുള്ളിലെ RSS നേതാക്കളുടെ ചിത്രം എടുത്തു മാറ്റാതിരിക്കുക തുടങ്ങി അതങ്ങനെ ഒരു RSS അനുകൂല നിലപാടുമായി, ഒരു RSS നിലപാടുമായി തന്നെ മുന്നോട്ട് പോകാനാണ് തീരുമാനമെങ്കിൽ അതിന് തെരുവിൽ നേരിടുമെന്ന് ഇടതുപക്ഷ യുവജന വിദ്യാർത്ഥി സംഘടനകൾ പറയുന്നത്. അങ്ങനെ തന്നെ ആ സമരം അടുത്ത ദിവസങ്ങളിൽ എത്തുകയും ചെയ്യും. ഗവർണർ ഒരടി പോലും പിന്നോട്ടില്ല എന്ന് ഗവർണർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സ്വാഭാവികമായി ഗവർണർ നേരിടുക. അത് ഇന്നലെ മുഖ്യമന്ത്രിയുടെ അനുവാദം കൂടി കിട്ടിയ ഒരു പശ്ചാത്തലം ഉണ്ട്. മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം അങ്ങനെ തന്നെയാണ്. യുവജന DYFIയുടെ SFIയുടെയും ഒക്കെ നേതാക്കൾ വായിച്ചെടുക്കുന്നത് അങ്ങനെ തന്നെയാണ്. ആദ്യഘട്ടത്തിലൊക്കെ ഗവർണറുമായി നല്ലൊരു ബന്ധം പുലർത്തിയിരുന്നു സർക്കാരും മുഖ്യമന്ത്രിയും ഒക്കെ. പക്ഷേ ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞ അസന്നിഗ്ധമായ വാക്കുകളായിരുന്നു. മുഖ്യമന്ത്രി പറഞ്ഞത് രാജ്ഭവനെ RSS ശാഖയാക്കാൻ അനുവദിക്കില്ല എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ പ്രധാനപ്പെട്ട വാചകങ്ങളിലൊന്ന്. അങ്ങനെ RSS വൽക്കരിക്കാൻ അനുവദിക്കില്ലെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ മന്ത്രി V ശിവൻകുട്ടി കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഈ ഗവർണർ ആദ്യഘട്ടത്തിൽ എത്തുമ്പോൾ നല്ല കുട്ടിയായിരുന്നു, തുടർന്നും അങ്ങനെ ഒരു രീതിയാണ് അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, നിലപാടാണ് അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെന്ന് V ശിവൻകുട്ടി കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അതിന് തൊട്ട് പിന്നാലെയാണ് ഈ വിവാദം ഉയർന്നു വരുന്നതെന്ന് കൂടി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. സംസ്ഥാന മന്ത്രിസഭയിലെ പ്രധാനപ്പെട്ട മന്ത്രി P രാജീവ് അടക്കം ഈ വിഷയത്തിൽ ഇന്ന് പ്രതികരിച്ചത് കണ്ടു. അത് ഗവർണറുടെ നിലപാട് ഒട്ടും ആശാസ്യകരമല്ല, ഗവർണർ ആ നിലപാട് മാറ്റണം, അത് തിരുത്തണമെന്ന് അവർ എടുത്തു പറയുന്നു. ഭരണഘടനയാണ്, അല്ലെങ്കിൽ ഭരണഘടനയിൽ ഊന്നി വേണം ഭരണഘടനാ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കേണ്ടത്. അത്തരത്തിൽ അതുമായി ബന്ധമില്ലാത്ത ബിംബങ്ങൾ, ചിഹ്നങ്ങൾ അത് അടിച്ചേൽപ്പിക്കുന്നത് ശരിയല്ല. ഇത്തരത്തിൽ കാവിക്കൊടി ഏന്തിയ ഒരു ഭാരതാംബയെ തങ്ങൾക്ക് പരിചയമില്ല എന്ന് തന്നെ അവർ വിളിച്ചു പറയുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സമരം ഗവർണർ ഒരടി പോലും ഈ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകാൻ തയ്യാറായില്ലെങ്കിൽ സ്വാഭാവികമായി തെരുവിലേക്ക് ആ സമരം എത്തും. അടുത്ത ദിവസങ്ങൾ അതിന്റെ രൂക്ഷതയായിരിക്കും കേരളം കാണാൻ പോകുന്നത്. ഉന്മേഷം. ശരി, അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. DYFIയുടെ രാജ്ഭവൻ മാർച്ച്, അവിടെ ഇപ്പോൾ പ്രവർത്തകർ രാജ്ഭവന് മുന്നിൽ തമ്പടിക്കുന്നുണ്ട്. ബാരിക്കേഡ് വെച്ച മാർച്ച് ഇപ്പോൾ പോലീസ് തടഞ്ഞിരിക്കുകയാണ്.